ശിക്ഷിക്കപ്പെടണം. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഞാൻ ഇൻസ്റ്റയിൽ അതിൻ്റെ ഇതൊക്കെ കണ്ടായിരുന്നു, വോയിസ് റെക്കോർഡൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് ചെയ്യാനായിട്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് ചിലപ്പോൾ ബലിയാടാക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടെ ആവാം. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ച് തന്നെയാണ് തീർച്ചയായിട്ടും. ഒരു ഇരയും വെറുതെ പോകും. തെറ്റാണെങ്കിൽ ശിക്ഷിക്കണം. എൻ്റെ മോനായിരുന്നാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം. അവൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, എന്താണ് അത് പരസ്പരം അറിഞ്ഞ കാര്യമില്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പം സമൂഹത്തിൽ ഇപ്പം രാഷ്ട്രീയമില്ല എല്ലാം, അതിനാണ്ടാ മതി. അത് ഇലക്ഷൻ ടൈം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാരപ്പ് കാണുമല്ലോ. ഇത്ര നാളില്ലാത്ത പ്രശ്നം പെട്ടെന്ന് പൊങ്ങി വന്നു. ഇലക്ഷൻ ടൈം ആയപ്പോൾ എല്ലാം പൊങ്ങി വരും. ഇതിനെ ഉള്ളതാണല്ലോ എന്ന് അന്വേഷിച്ച് അവർ കണ്ടുപിടിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. അങ്ങനൊന്നുമില്ല. നിയമം ആരെ ഭാഗത്തായിരുന്നാലും ശരി തന്നെ, ശബരിമല കേസ് വന്നാലും ശരി തന്നെ, തെറ്റ് തന്നെ. അതിപ്പം ഇപ്പം ദിലീപ് കാണിച്ചാൽ ദിലീപിൻ്റെ കേസ് അറിഞ്ഞിട്ടുണ്ട്. തെറ്റ് തന്നെ. അതിലിപ്പം ശബരിമല കേസ് അങ്ങനെ അതൊന്നുമില്ല, അത് അതിൻ്റെ വഴിക്ക് നടക്കും. കേസ് മുന്നോട്ട് പോട്ടെ, അപ്പോൾ അറിയാമല്ലോ കാര്യങ്ങൾ എന്താന്ന്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. എന്തായാലും അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു, ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതുകൂടാതെ 10 വർഷം വരെ തടവ് കിട്ടാവുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് FIRൽ ചുമത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. കുഴപ്പമില്ല, ശരിയാണല്ലോ. അത് അതിന് തെളിവുകളുണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് ശരിയാണെന്നുള്ളതല്ലേ അതിനർത്ഥം. ഈ ശബരിമല വിഷയം, അതായത് അത് ഈ സ്വർണ്ണക്കൊള്ളയായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇപ്പോൾ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വാർത്ത മുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെ ഒരു ചാൻസ് ഉള്ളത് വേണം. അങ്ങനെ അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചാൻസ് ഉള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ചിലപ്പോൾ ബലിയാടാക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടെ ആവാം. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ച് തന്നെയാണ് തീർച്ചയായിട്ടും. ഒരു ഇരയും വെറുതെ പോകും. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസെടുത്തത് ശരിയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ശിക്ഷിക്കണം. അതിപ്പോൾ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ആരായിരുന്നാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. വളരെ നന്ദി. ശരിയാണ്, അത് എനിക്ക് അറിയാൻ പറ്റൂല. ശരിയല്ലാതെ അറിഞ്ഞൂടാ. എനിക്ക് TV-യിൽ ഞങ്ങൾ കാണണം, അത്ര തന്നെ. ശരിയോ തെറ്റോ നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ കണ്ടില്ലല്ലോ. തെറ്റാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, ഇല്ലെങ്കിൽ തെറ്റാണെങ്കിൽ ശിക്ഷിക്കണം. എൻ്റെ മോനായിരുന്നാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം. അഭിപ്രായമൊന്നുമില്ല, ജസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയി ഇത് ശിക്ഷിക്കപ്പെടണം. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഞാൻ ഇൻസ്റ്റയിൽ അതിൻ്റെ ഇതൊക്കെ കണ്ടായിരുന്നു, വോയിസ് റെക്കോർഡൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ കുട്ടിയെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ എന്നിട്ട് ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഇത് ഇയാളുടെ ആവശ്യത്തിന് ഇയാൾ നിർബന്ധിച്ചിട്ടല്ലേ ഇതിങ്ങനെയൊക്കെ നടന്നതെന്നുള്ള കാര്യമൊക്കെ അതല്ല, ഗുളിക കഴിച്ചല്ല, ഇങ്ങനെ ഒരു പ്രഗ്നൻസി വേണമെന്നുള്ളത് ഇയാളുടെ നിർബന്ധമാണെന്നൊക്കെയാണ് ആ വോയിസ് റെക്കോർഡിൽ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഒരു പെൺകുട്ടിയെ ചതിക്കുകയല്ലേ ചെയ്തത്, അതും ഇത്രയും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ. അപ്പോൾ അത് ശിക്ഷിക്കപ്പെടണം. വളരെ നന്ദി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളതെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ന്യൂസിലും മാധ്യമത്തിലും വന്നതിനനുസരിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള നടപടി നമുക്ക് സ്വീകരിക്കുക. ശബരിമല കേസ് മറയ്ക്കാനാണോ ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. നിയമം ആരെ ഭാഗത്തായിരുന്നാലും ശരി തന്നെ, ശബരിമല കേസ് വന്നാലും ശരി തന്നെ, തെറ്റ് തന്നെ. അതിപ്പം ഇപ്പം ദിലീപ് കാണിച്ചാൽ ദിലീപിൻ്റെ കേസ് അറിഞ്ഞിട്ടുണ്ട്. തെറ്റ് തന്നെ. അതിലിപ്പം ശബരിമല കേസ് അങ്ങനെ അതൊന്നുമില്ല, അത് അതിൻ്റെ വഴിക്ക് നടക്കും. അത് അതിൻ്റെ വഴിക്ക് നടക്കും. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രീതിയിൽ നടക്കും. തെറ്റ് രാഹുൽ മാങ്കൂട്ടം ചെയ്തതിനുള്ള വ്യക്തമായ തെളിവും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള നടപടി എടുക്കട്ടെ, അത്രയേ ഉള്ളൂ. എന്തായാലും ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ജോൺ. ജോണ് തമ്പാനൂരിലെ ഓട്ടോ ഡ്രൈവറാണ്. ഇതേപോലെ കുറച്ച് യുവാക്കളുണ്ട് നിൽക്കുന്നു. അവൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല, എന്താണ് അത് പരസ്പരം അറിഞ്ഞ കാര്യമില്ലേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇപ്പം സമൂഹത്തിൽ ഇപ്പം രാഷ്ട്രീയമില്ല എല്ലാം, അതിനാണ്ടാ മതി. അത് സെയിം കാര്യം തന്നെ പറയാനുള്ളത്. വേണ്ടായിരുന്നു. ഇലക്ഷൻ ടൈം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പാരപ്പ് കാണുമല്ലോ. ഇത്ര നാളില്ലാത്ത പ്രശ്നം പെട്ടെന്ന് പൊങ്ങി വന്നു. ഇലക്ഷൻ ടൈം ആയപ്പോൾ എല്ലാം പൊങ്ങി വരും.
ഇതിനെ ഉള്ളതാണല്ലോ എന്ന് അന്വേഷിച്ച് അവർ കണ്ടുപിടിക്കട്ടെ, അത്രേ പറയാനുള്ളൂ. സർക്കാരിലെ മുഖ്യത്, സർക്കാരാണ് മുഖ്യത്. ഒരു വാർത്ത ഇപ്പൊ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് അത് മാറ്റാനാണല്ലോ ഇതിപ്പോൾ കൊണ്ടുവന്നത്. പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രിക്കല്ലേ പരാതി കൊടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണല്ലോ സംഭവം. ഒരിക്കലും ലാസ്റ്റ് ടൈം ഇലക്ഷൻ വരുന്നു, വീണ്ടും ഇടതുവശത്തിന് കയറണം, സ്വാഭാവികമായിട്ടുള്ള അങ്ങനെ ഉണ്ടാൽ മതി. ഓക്കെ, താങ്ക് യു. എന്താ പേര്? അഭിരാം. താങ്ക് യുടാ. കേസ് മുന്നോട്ട് പോട്ടെ, അപ്പോൾ അറിയാമല്ലോ കാര്യങ്ങൾ എന്താന്ന്. വളരെ നന്ദി. എനിക്കൊന്നും പറയാനില്ല. ശിക്ഷിക്കപ്പെടണം, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ യുവതി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളം വിട്ടോ എന്നുള്ള സംശയവും ഉയർന്നു നിൽക്കുന്നു. ഹൈക്കോടതി ഉൾപ്പെടെ ജാമ്യത്തിനായി സമീപിക്കുന്നു എന്നുള്ള സൂചനയും നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ജനങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഒരു വശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു വാർത്ത മറയാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു പരാതി ഉയർന്നു വന്നിരിക്കുന്നത് എന്നുള്ള ചോദ്യം ജനങ്ങൾ ഉന്നയിക്കുന്നു. അതേസമയം മറുവശത്ത് ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യവും ഉത്തരവും എന്തെന്നാൽ, രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ശിക്ഷ ലഭിക്കേണ്ടതുണ്ട്. നിയമ സംവിധാനത്തിൽ അത്തരത്തിലൊരു നീതി ഇരയ്ക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്നും ജനങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.